കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. സോറി നന്ദഗോപൻ, ഈ കല്യാണം നടക്കില്ല. എന്താ? അതെ, നേരം പോക്ക് പറയാ, അതും ഈ സമയത്ത്. എന്താ വാര്യർ സാർ ഇത്? പ്രശ്നം എന്താ? ഗംഗ മിസ്സിംഗ്. ഏയ്, ഞാനത് വിശ്വസിക്കില്ല. മറ്റെന്തുമാണ് കാര്യം? വാര്യർ സാറേ, സത്യം പറ, എന്താണ് സംഭവിച്ചത്? എന്നോട് പറ. സത്യമാണ് എന്താ? ഇന്ന് രാവിലെ മുതൽ ഗംഗയെ കാണാനില്ല. എങ്ങോട്ടാ പോയതെന്നറിയില്ല. ബാഗും അത്യാവശ്യ തുണികളും ഒക്കെ ആയിട്ടാ സ്ഥലം വിട്ടിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചു, ഫലമില്ല. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല. എന്താ ചെറ്റത്തരം പറയുന്നു? കല്യാണ പെണ്ണ് ഒളിച്ചോടിന്ന് ഇവന്റെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ചേട്ടാ, ഒന്ന് പതുക്കെ പറ. അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുണ്ട്. കേൾക്കട്ടെ എല്ലാരും. മുല്ലമുറ്റത്തെ മാധവൻ മാഷിന്റെ മഹത്വം. അമ്മാവ, നീ ഇവിടെ നിൽക്കട. എനിക്ക് കാര്യം അറിയണം. ഏതവന്റെ കൂടെ അവൾ ഒളിച്ചോടി പോയത്? അതൊന്നും അറിയില്ല. ഓ പിന്നെ, ആരാ വാര്യരെ അവളുടെ രഹസ്യ കാമുകൻ? അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായി ഞങ്ങളുടെ അറിവിൽ പെട്ടിട്ടില്ല. എന്നാ പിന്നെ വല്ല ബ്ലാക്ക് മെയിനും കൊണ്ടുപോയതായിരിക്കും. നന്ദാ, ഇതൊരു തറ വേലയാ. അവളേതോ വേലയാടി പോയതാ. അത് ഇവർക്ക് അറിയാൻ ചെയ്യാം. അങ്ങനെയൊന്നും അല്ല അമ്മാവ. വാര്യരാ ഇതിന് സമാധാനം പറയേണ്ടത്. നിങ്ങളായി കുരുക്കൊപ്പിച്ചത്. മുഹൂർത്താവുമ്പോ പെണ്ണ് മണ്ഡപത്തിൽ എത്തിയില്ലെങ്കിലേ സംഗതി പ്രശ്നമാവും. പറഞ്ഞേക്കാം. സ്ഥലത്തില്ലാത്ത ആളെ എവിടുന്ന് കൊണ്ടുവരും? എന്നാ ഞങ്ങൾ എത്തിയണമെന്ന് പറ. സാറൊരു പോലീസുകാരനല്ലേ, പറ എന്താ വേണ്ടത്? നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ക്ഷണിച്ചു വരുത്തിയവരോട് എന്തു പറയുമായിരുന്നു? പെണ്ണ് ഒളിച്ചോടി, അതുകൊണ്ട് സദ്യ കൊണ്ടിട്ട് തിരിച്ചു പോവാന്ന്. നമുക്ക് ഒരു പരിഹാരം ആലോചിക്കാം. എന്ത് പലഹാരം? ചുമ്മാ. നന്ദാ, നീ വന്നേ. അമ്മാവ, വാ, ആലോചിക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ മുറിയിലേക്ക് പോവാ. ഇപ്പൊ വരാം. നിങ്ങൾ മൂന്നുപേരും ഇവിടെ തന്നെ നിൽക്കണം. മുങ്ങിക്കളയരുത്, പ്രശ്നം വഷളാവും. നീ വാ. ചതിയാണല്ലോ നന്ദാ പറ്റിയത്. മാന്യരാണ്, അന്തസ്സുള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരുമാതിരി. നീ എന്താ ഒന്നും പറയാൻ നിൽക്കുന്നേ? ഞാനെന്ത് പറയാൻ അമ്മാവ? ബന്ധുക്കളുടെ നാട്ടുകാരുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? നാട്ടിലേക്ക് എങ്ങനെ ചെല്ലും? അവന്മാരുടെ ഒരു ഹോട്ടലും പത്രാസും. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണ്ട, നിന്റെ ഭാഗത്തുണ്ട് തെറ്റ്. പെണ്ണിന്റെ തൊലിമിനിപ്പ് കണ്ട് ഇയാൾ അങ്ങ് മയങ്ങി. കൂടുതൽ അന്വേഷണം നടത്തിയില്ല. കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ വാര്യർ സാറ്? തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ്, കുഴപ്പമില്ലെന്നൊക്കെ വാര്യർ സാർ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. അതാ ഇപ്പൊ അനുഭവിക്കുന്നത്. വാര്യരായിരുന്നാലും ഷാരടി ആയിരുന്നാലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ അന്വേഷിക്കണം. ഇവിടെ ഇനി എന്താണ് ചെയ്യേണ്ടത്? അത് ആലോചിക്കാം അമ്മാവൻ. മുഖത്ത് അടി തന്നിരിക്കല്ലേ അവൾ. ഈ അപമാനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഒരു ഊഹവും കിട്ടുന്നില്ല. എന്തായാലും നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ വിട്ടുകൂടല്ലോ.
ആ നന്ദൻ ഇവിടെ നിന്നാ മതി. എന്തായി? പ്രധാന കഥാപാത്രത്തെ കണ്ടില്ലല്ലോ, മാധവ് മാഷ്. അയാൾ അവിടെ പോയി. അച്ഛൻ വീട്ടിലുണ്ട്. ഒളിച്ചിരിക്കായിരിക്കും. മാഷ് ആകെ തകർന്നു പോയി ചേട്ടാ. പെൺമക്കളെ വളർത്തുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നോക്കണമായിരുന്നു. ഇങ്ങനെ അടുപ്പ് കൂട്ടിയ പോലെ നിന്നാ മതിയോ? നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് പറ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പണി അറിയാൻ മേലഞ്ഞിട്ടല്ല, കയ്യൂക്കുള്ള നല്ല ആമ്പിള്ളേരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഒന്ന് സൂചിപ്പിച്ചാ മതി, എല്ലാത്തിനും അവർ കൈകാര്യം ചെയ്തോളൂ. ഒരു SI ഇവിടെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. തല്ലും ബഹളവും ഒന്നിനൊരു പരിഹാരമല്ലല്ലോ. അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ക്ഷമിക്കുന്നത്. തന്നെയുമല്ല, അതിന്റെ നാണക്കേട് ഞങ്ങൾ കൂടിയാ. പറയുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. ഞങ്ങൾ ആലോചിച്ചപ്പോ ഒരു പ്രതിവിധി തോന്നി. കേക്കട്ടെ. സാറ് പറ. മറ്റൊന്നുമല്ല, അനിഷ്ടമായ കാര്യമാണ് സംഭവിച്ചത്. ഞങ്ങൾക്കതിൽ വിഷമമുണ്ട്, ക്ഷമയും ചോദിക്കുന്നു. ഒരു തവണ ചോദിച്ചല്ലേ, നിങ്ങൾ കാര്യം എന്താന്ന് പറ. നോക്ക്, ഒരു ഒത്തുതീർപ്പുണ്ടാക്കി പിരിഞ്ഞു പോകാൻ ചേട്ടൻ മുൻകൈ എടുക്കണം. വെറുതെ വേണ്ട. നിങ്ങൾ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം ഞങ്ങൾ തരാം. നഷ്ടപരിഹാരം? അതെ. എത്രയാണെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എന്നാലും എത്ര വരെ തരും? അതിപ്പോ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നല്ലേ. ഒരുമാതിരി ചെറ്റത്തരം പറയരുത്. നഷ്ടപരിഹാരം പോലും നമ്മുടെ കുടുംബത്തിന്റെ മാനത്തിനാണ് നിങ്ങൾ വിലയിടാൻ നോക്കുന്നത്. ചേട്ടനൊന്ന് സമാധാനപ്പെട്. ഞങ്ങൾ ഒരു പോംവഴി ആലോചിച്ചത് പറഞ്ഞു. സ്വീകാര്യം അല്ലെങ്കിൽ വേണ്ട. സ്വീകാര്യമല്ല. എന്നാൽ ഇനി ഇങ്ങോട്ടൊരു നിർദ്ദേശം പറഞ്ഞാട്ടെ. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? മാഷിന്റെ പുന്നാരമോള് പോയപ്പോ എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്? കല്യാണത്തിനുള്ള സ്വർണമായിട്ടാണോ മുങ്ങിയത്? എല്ലാം അടിച്ചു മാറ്റിയാണോ പോയതെന്ന്? ഒന്നും കൊണ്ടുപോയിട്ടില്ല. എടുത്ത ഡ്രസ്സുകളോ? എല്ലാം വീട്ടിലുണ്ട്. എങ്കിൽ ഞാനൊരു അഭിപ്രായം പറയാം. വെറും അഭിപ്രായം അല്ല, നടക്കാൻ പോകുന്ന കാര്യം, നിങ്ങൾ നടത്തേണ്ട കാര്യം, എന്നുവെച്ചാൽ നിങ്ങൾ നടത്തി തരേണ്ട കാര്യം. എന്താ പറ്റുമോ? ചേട്ടൻ പറയണം. മുഹൂർത്തത്തിന് കുറച്ച് സമയം കൂടിയുണ്ട്. നിശ്ചയിച്ച പ്രകാരം നന്ദന്റെ കല്യാണം നടക്കണം, അതേ കതിർമണ്ഡപത്തിൽ വച്ച്. വാങ്ങിവെച്ച ആഭരണങ്ങൾ 1 ഗ്രാം പോലും കുറയാതെയിട്ട് പുത്തൻ കല്യാണ പുടവ അണിഞ്ഞ് പെണ്ണിനെ പന്തലിലെത്തിക്കണം. അതിന് പക്ഷേ ഗംഗ യമുനയൊന്നും അല്ല, ഈ നിൽക്കുന്ന വാര്യരുടെ മകൾ ഉമ. ആ കുട്ടിയാ വധു. നന്ദഗോപൻ മിന്നിയാർത്താൻ പോകുന്നതേ ഉമയുടെ കഴുത്തില. പക്ഷേ വേണ്ട, ഞാൻ പറയാം, നിങ്ങൾ കേട്ടാ മതി. വാര്യര് കൂടിയ ഇന്നത്തെ കുഴപ്പങ്ങൾക്ക് കാരണം അതിന്റെ പ്രായച്ചിത്താണെന്ന് കൂട്ടിക്കൊള്ളും. ഒളിച്ചോടിപ്പോയ ആ നിഷേധിയെ ഞങ്ങൾ 3-4 പേരെ കണ്ടിട്ടുള്ളൂ. മറ്റാർക്കും അറിയില്ല ഏതാണ് പെണ്ണെന്ന്. അതുകൊണ്ട് പെണ്ണ് മാറിയ വിവരം ആരും അറിയില്ല. നിങ്ങളുടെ കൂട്ടരെ പറഞ്ഞു നിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം, ഞാനിതെങ്ങനെ എന്റെ മോളോട് എന്ന് പറയും? അതൊന്നും എനിക്കറിയണ്ട. 2 കൂട്ടർക്കും സ്വീകാര്യമായൊരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെച്ചു. അത് നടക്കണം. അല്ലെങ്കിൽ നേരെ ചൊവ്വേ ആരും ഇവിടുന്ന് പോവില്ല. വരി സാറേ, നമുക്ക് ആലോചിക്കാവുന്ന കാര്യമായി. എല്ലാം തമ്മിൽ അറിയാവുന്നവരല്ലേ. പെട്ടെന്ന് വേണ്ടത് ചെയ്യണം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്ക്. വാര്യര് ദിവസവും പോയാൽ മതി. രമേശ് ഇവിടെ തന്നെ നിൽക്കട്ടെ. അല്ല, അത് മതി. നിങ്ങൾ ചെല്ല്. പോയിട്ട് വാച്ച. വാരി സാറേ, മറ്റൊരു വഴി ഇപ്പൊ ഇല്ല. അങ്ങനെ പറ.
ശാരദേച്ചി, എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്ക്. കാപ്പിയോ കഴിച്ചില്ല. ശാരദേ, തെറ്റുപറ്റിയത് എനിക്കാണ്. നീ എന്ന് പറഞ്ഞില്ലേ അവളെ മുറിയിൽ അടച്ചിടണമെന്ന്? ഞാനത് കേട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. മകളുടെ മുമ്പിൽ ഞാൻ വലിയ പുരോഗമനക്കാരനായി. നമ്മളെ അവള് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. ഒരർത്ഥത്തിൽ അവള് നമ്മളെ മനസ്സിലാക്കി. നമ്മൾ അവളെയാണ് മനസ്സിലാക്കാതെ പോയത്. എങ്ങനെ തോന്നി അവക്ക് എന്നോട് ഈ ചതി ചെയ്യാൻ? അവനെന്തോ കൂടോത്രം ചെയ്തതാ, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോഴും മകളെ ന്യായീകരിക്കാനാണ് നീ നോക്കുന്നത്? ന്യായീകരിച്ചതല്ല, ഈ പ്രവൃത്തിക്ക് അവൾ അനുഭവിക്കും, ശരിക്കും അനുഭവിക്കും. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇങ്ങോട്ട് തന്നെ വരും. കണ്ണീരും കഷ്ടപ്പാടുമായിട്ട് കയറി വരുമ്പോ ഈ പടി ചവിട്ടാൻ സമ്മതിക്കില്ല ഞാൻ. ഇങ്ങ് വരട്ടെ. അന്നേരം മാഷ് അതും ഇതും പറഞ്ഞ് വരരുത്. അവളോട് ക്ഷമിക്കാൻ പറയരുത്. പോട്ടെ, എവിടാന്ന് വെച്ചാ പോട്ടെ. ശാരദയുടെ പ്രയാസം എനിക്കറിയാം എന്ന് കരുതി ഇങ്ങനെ കിടന്ന് പറയാതെ. പറയും. ഇനി ഇങ്ങനൊരു മകൾ എനിക്കില്ല. അത്ര സ്വാതന്ത്ര്യത്തോടെ ഞാൻ അവളെ വളർത്തിയത്. പ്രത്യേകിച്ച് ഇവളുടെ കല്യാണം കഴിഞ്ഞ് പോയത് പിന്നെ അവളുടെ രാജ്യമായിരുന്നു ഈ വീട്. എല്ലാ വികൃതിയും വർത്തമാനവും നമ്മൾ അനുവദിച്ചു കൊടുത്തു. എന്നിട്ട് മുഖത്ത് ആട്ടിത്തൊപ്പുന്ന പണിയല്ലേ അവള് കാണിച്ചത്? ദേ നിൽക്കുന്ന കണ്ടില്ലേ? ഇവക്കിനി ഭർത്താവിന്റെ വീട്ടിൽ എന്ത് സ്ഥാനാ കിട്ടാൻ പോകുന്നത്? കുടുംബം തകർത്ത് കളഞ്ഞു, ദ്രോഹി. ഇതേ എന്താ ഇത്? കഴിഞ്ഞത് കഴിഞ്ഞു, പോയൊരു പോയി. നമ്മൾ സഹിക്കണം, അത് നമ്മുടെ വിധി. ഒരു പക്ഷേ മരിച്ചു പോയിരുന്നെങ്കിലോ? ഇതിൽ നല്ലത് അതായിരുന്നു. തീർന്നെന്ന് കരുതിയാ മതിയല്ലോ. അല്ലെങ്കിലും എന്റെ മനസ്സിൽ അവള് മരിച്ചു. ശാരദ, അരുത്. ഒന്ന് പറഞ്ഞ് തണുപ്പിക്കുമോളെ. നീയും ഇങ്ങനെ കരളുറപ്പില്ലാതെ നിന്നാലെങ്ങനെയാ? എനിക്കൊന്നിനും വയ്യ അച്ഛ. കുറെ സമയം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം ശരിയാവും. അമ്മ നോക്കിക്കോളേ. എന്താ ഞാനീ കേക്കുന്നേ? എന്നിട്ട് ഏട്ടൻ സമ്മതിച്ചോ? വാര്യര് സാറ് ഏതാണ്ട് പകുതി സമ്മതിച്ച പോലെയാ. എന്ന് പറയാൻ വരട്ടെ, ഞാൻ ആലോചിക്കാമെന്നേ പറഞ്ഞുള്ളൂ. അനുകൂലമായതുകൊണ്ടല്ലേ ആലോചിക്കാമെന്ന് പറഞ്ഞ്? പ്രതികൂലമായിരുന്നെങ്കിൽ ആലോചിക്കുകയെ വേണ്ടെന്നല്ലേ പറയൂ. ഏത്? ചേട്ടന്റെ പെങ്ങടെ മോൻ പ്രതാപനെ കൊണ്ട് ഉമയെ വിവാഹം കഴിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നല്ലേ? അത് നമ്മുടെ മാത്രം ആഗ്രഹമല്ലേ രുക്മിണി? മറ്റാരോടും പറഞ്ഞിട്ടുമില്ല, പൊതുവായി ആലോചിച്ചിട്ടുമില്ല. പിന്നെ ഉമയ്ക്കും പ്രതാപനും പോലും അറിയില്ല. ഇത് പക്ഷെ ശരിയാവില്ല. എനിക്കിത് സമ്മതമല്ല. ഇന്നത്തെ കാലത്ത് പുഴുക്കേടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അക്കാര്യത്തില് നന്ദഗോപൻ 100% പെർഫെക്റ്റ്. എന്നേക്കാൾ കൂടുതൽ വാര്യർ സാറിന് അറിയാമല്ലോ. ഞാനിപ്പോ പറഞ്ഞ പ്രതാപനും ഒന്നാന്തര പയ്യനാ. ഇറിഗേഷൻ വകുപ്പിലാ ജോലി. പക്ഷേ അവനെ ഉമയ്ക്ക് ഇഷ്ടമാണോ നമ്മൾ അന്വേഷിച്ചിട്ടില്ലല്ലോ. അതെ, നന്ദഗോപനെ അവക്ക് ഇഷ്ടമാണോ?
അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്ന് ചോദിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ലല്ലോ. ഒരു കണക്കിന് ഭാഗ്യം ഇങ്ങോട്ട് വന്ന് കയറിയെന്ന് വേണം കരുതാൻ. നന്ദഗോപിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അയാൾ നല്ലവനായതുകൊണ്ടാ ചേട്ടൻ ഗംഗയ്ക്ക് വേണ്ടി ആലോചിച്ചത്. പക്ഷേ പെട്ടെന്ന് എന്റെ മോളെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശരിക്കും രണ്ടാം കെട്ടിന് തുല്യമായ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ഒരുത്തിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് അത് മുടങ്ങിയപ്പോ പകരം ഉമയെ കെട്ടുക. ഹ, അങ്ങനെ പകരക്കാരി ആവേണ്ട കുട്ടിയല്ല എന്റെ ഉമ്മ. ചേച്ചി പറയുന്നതിൽ ശരിയും ന്യായവുമുണ്ട്. അതേസമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം കൂടെ നോക്കണം. വാര്യർ സാറാണ് ഇവിടെ കെണിയിൽപ്പെട്ടിരിക്കുന്നത്. നന്ദന്റെ അമ്മാവനും മറ്റും വയലന്റ് ആയിട്ട് നിൽക്കുക. പോലീസ് നടപടി എടുക്കാൻ പറ്റിയ കാര്യമാണോ ഇത്? മനഃപൂർവ്വം അല്ലല്ലോ, ഒരു അബദ്ധം പറ്റിയതല്ലേ. ആണെന്ന് അവർക്കും അറിയാം. അതിന് എന്റെ ചേട്ടനെ പ്രതിക്കൂട്ടിലാക്കണോ? അല്ലെങ്കിൽ തന്നെ എന്റെ മോളാണോ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടത്? ഇത് ശിക്ഷയാണോ രുക്മിണി? ഐശ്വര്യമുള്ളൊരു കാര്യമല്ലേ പറയുന്നത്? നിങ്ങളും ചേർന്ന് തീരുമാനം എടുത്തതിന് ശേഷമാണോ എന്നോട് സംസാരിക്കാൻ വന്നത്? ഉമയെ നന്ദിന് കൊടുത്ത് മാനം രക്ഷിക്കാമെന്ന് ചേട്ടൻ വാക്കു കൊടുത്തോ? ഇല്ലില്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞതാണ്. ഒരു ഐശ്വര്യം വരാൻ പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞല്ലോ. അവളുടെ നന്ദന്റെ നാള് തമ്മിൽ ചേരുമെന്ന് നോക്കിയോ? ജാതക ചേർച്ച നോക്കിയോ? പൊരുത്തം പോലും നോക്കാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം. അത് മാത്രോ? അവക്ക് നമ്മൾ മാത്രമല്ല ഉറ്റവരായിട്ടുള്ളത്. എന്റെ നിങ്ങളുടെ കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് പേരുണ്ട്. ആരോടും ആലോചിക്കാതെ പകരക്കാരിയായി പിടിച്ചു കൊടുക്കാൻ വീട്ടിൽ വളർത്തുന്ന പശുക്കുട്ടിയല്ല എന്റെ മോള്. ചേച്ചി പറയുന്നത് അത്രയും ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നാളെ നാളും പൊരുത്തം ഒക്കെ നോക്കി നല്ലൊരു പയ്യനെ ഉമയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. വിധിപ്രകാരം കല്യാണവും നടത്തി. ആ ബന്ധം ഉമയ്ക്ക് സുഖകരമായിരിക്കണമെന്നുണ്ടോ? 4 ദിവസം കഴിഞ്ഞ് അഭിപ്രായ വ്യത്യാസമുണ്ടായി പിരിഞ്ഞൂടെ? അങ്ങനെ എത്രയോ കേസുകൾ നമ്മൾ കാണുന്നു. അപ്പോ അതൊന്നും മുൻകൂട്ടി പറയാൻ നിർവാഹമില്ല. ഇതിപ്പോ വരന്റെ കാര്യത്തിൽ പൂർണ്ണമായ ഗ്യാരണ്ടി ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രധാനം. നാളും പൊരുത്തം എന്നൊക്കെ പറഞ്ഞു. നന്ദന്റെയും ഗംഗയുടെയും ജാതകവും ഗ്രഹനിലയും കേമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ചിട്ടാ ഇന്നത്തെ കല്യാണം ഉറപ്പിച്ചത്. ആയുരാരോഗ്യ സൗഖ്യത്തോടുള്ള ദാമ്പത്യം എന്നായിരുന്നു ജ്യോത്സ്യന്റെ പ്രവചനം. എന്നിട്ടെന്തായി? താലികെട്ട് പോലും നടന്നില്ല. അപ്പോ മനപ്പൊരുത്തത്തിലാണ് കാര്യം. ശരിയായി പറഞ്ഞു. എന്തൊക്കെ വിസ്തരിച്ചാലും ഉമ സമ്മതിക്കണ്ടേ? അവൾ എതിർക്കും, അതെനിക്ക് ഉറപ്പാ. രുക്മിണി, അങ്ങനെ ഒരു വിധി എഴുതാതെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഉമ്മയുമായി സംസാരിക്കാം. തീരുമാനമെടുക്കേണ്ട അവളല്ലേ, അതല്ലേ എന്റെ ശരി. വാ. തീരുമാനമാവോ? ആവില്ലയോ? അവനെ ഭഗവാനെ. ഗംഗ പിന്നീട് മോളെ വിളിച്ചോ? ഇല്ല. മോൾ അങ്ങോട്ട് വിളിച്ചു നോക്കിയോ? ഇത്രയും കടുപ്പമുള്ള മനസ്സായി പോയല്ലോ ആ കുട്ടിക്ക്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയണമെന്നെങ്കിലും തോന്നില്ലേ? ഊഹിച്ചു കാണും. അറിയാനുള്ള ധൈര്യം ഉണ്ടാവില്ല, അതുകൊണ്ടാ വിളിക്കാത്തെ. പാതിരാത്രിയിൽ ഒളിച്ചോടാൻ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി വിവരം അറിയാനാണോ ധൈര്യക്കുറവ്? ഗംഗയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമ്മൾ ഊഹിക്കുന്ന പോലെ ആവില്ല. ഒരാവേശത്തിന് പുറപ്പെട്ടു. നേരം വെളുത്തപ്പോഴായിരിക്കും ചെയ്തത് തെറ്റാണെന്ന് തോന്നലുണ്ടാവുക.
പിന്നെന്ത് ചെയ്യാൻ, മടങ്ങിപ്പോരാൻ സമയവും വൈകി. അതൊരു വല്ലാത്ത ശ്വാസം മുട്ടലാണ്. ഇതൊക്കെ നമ്മൾ വിചാരിച്ചു കൂട്ടുന്നതല്ലേ? എല്ലാരെയും കബളിപ്പിച്ചെന്നോർത്ത് അവളിപ്പൊ ചിരിക്കുകയാണെങ്കിലോ? എനിക്കങ്ങനെയാ തോന്നുന്നേ. കുറഞ്ഞ പക്ഷം ശാരദേച്ചിയുടെ കാര്യമെങ്കിലും ഓർക്കണമായിരുന്നു. മനുഷ്യപ്പറ്റില്ലാത്ത കുട്ടി. ഉമയോട് ഗംഗ ഒരു വാക്കുപോലും സൂചിപ്പിച്ചില്ലെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഗീതേച്ചിയും ഭർത്താവും ഒക്കെ ഒരു റൗണ്ട് എന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി അച്ഛന്റെ ഊഴമാണോ? അച്ഛനും അമ്മയും ഇവളെ സ്നേഹിച്ചു. അതിലുപരിയായി നമ്മൾ പ്രേക്ഷകർ സ്നേഹിച്ചു. എന്നിട്ടും ഈ പെൺകുട്ടി ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഗംഗയ്ക്ക് സ്വന്തം ജീവിതം കൈവിട്ടു പോവുകയാണോ? കാത്തിരുന്നു കാണുക നിങ്ങളുടെ സ്വന്തം ദൂരദർശൻ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ, കുറുമുപുവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ, കുറുമുപുവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ.